ഇന്നിപ്പോൾ വേലയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇതേപോലെ ലീവൊക്കെ ആയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ചായക്ക് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ചക്ക വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നാളികേരമൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വാഴയുടെ ഇലയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് അതിൽ പരത്തി ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. വെന്ത് കുറച്ച് മണമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ചെറിയ ആളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അമ്മ എന്താ ഉണ്ടാക്കണേന്ന്. ഇതിനിപ്പോൾ ഞാൻ എന്ത് പേരപ്പോൾ അവന് പറഞ്ഞു കൊടുക്കുക. പണ്ടൊക്കെ വീട്ടിൽ നൂൽപുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരുന്ന മാവും അതിൽ ബാക്കി വരുന്ന നാളികേരമൊക്കെ കൂട്ടി കുഴച്ച് അമ്മ അതുപോലെ ആവിയിൽ വേവിച്ച് തരും കേട്ടോ. അന്നൊക്കെ ഞങ്ങൾ അതിനെ പീച്ചാമ്പൊടി എന്നാണ് പറയുക. നൂൽപുട്ട് കഴിക്കണേക്കാളും കൂടുതൽ ആ പീച്ചാമ്പൊടി കഴിക്കാനാണ് കേട്ടോ ഞാനും അനിയനൊക്കെ തല്ലുകൂടുക. ഞങ്ങളതിനേക്കാളൊക്കെ കൂടുതൽ അച്ഛനാണ് അതൊക്കെ തട്ടിപ്പറിക്കാൻ വരിക. അപ്പോൾ ഇന്നിപ്പോൾ ഇത് തട്ടിപ്പറിച്ച് തിന്നാനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടാക്കണതല്ലേ കഴിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ കഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിനോടൊന്നും ഇനി പിന്നെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.